ഒടുവിൽ BJPയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നു. ആരും പ്രതീക്ഷിക്കാത്ത നിരവധി പേരുകൾ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്തു. ശശി തരൂർ മുതൽ ആരിഫ് മുഹമ്മദ് ഖാൻ മുതൽ നിരവധി പേരുകൾ. പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പതിവ് പോലെ BJP ആ വെടി പൊട്ടിച്ചു. തമിഴ്നാട്ടിൽ നിന്നുള്ള മുൻ MP ഒക്കെയായ CP രാധാകൃഷ്ണൻ എന്ന CPR ആണ് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. എന്താണ് സാർ ഈ CPRനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിലൂടെ BJP ഉദ്ദേശിക്കുന്നത് എന്താണ്? തമിഴക രാഷ്ട്രീയം പിടിച്ചെടുക്കാൻ തന്നെയാണോ BJPയുടെ തീരുമാനം? രാജ്യത്ത് ഈ പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടന്ന് BJP അവിടൊക്കെ വിജയിക്കുമ്പോൾ നരേന്ദ്രമോദി അമിത്ഷായും പറയുന്ന ഒരു കാര്യവും ഇനി ദക്ഷിണേന്ത്യയിലേക്കാണ്. ഇത് പലവട്ടം പറഞ്ഞിട്ടുണ്ട് അല്ലേ? അത് നമ്മൾ ഓർക്കണം. അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, കേരളത്തിൽ വളരെ കൂടുതലായിട്ട് കേന്ദ്ര നേതൃത്വം ശ്രദ്ധിക്കുന്നില്ലേ? മുൻകാലങ്ങളിൽ ഇല്ലാത്ത തരത്തിൽ മറ്റ് എല്ലായിടവും ഒക്കെ പിടിച്ചെടുത്തു. BJPക്ക് ബാലികേറാമല എന്നൊക്കെ പറഞ്ഞിരുന്ന ത്രിപുര പോലും വെള്ളയ്ക്കകത്താക്കി. അപ്പോൾ ഈ ദക്ഷിണേന്ത്യയിലോട്ടുള്ള നോട്ടം എന്ന് പറയുന്നത് അത് വെറും ഒരു നോട്ടമല്ല, ഇത് കൊണ്ടേ പോകൂ എന്നുള്ള രീതിയിലാണ്. പിന്നെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പല പേരുകളും നമ്മൾ ഉൾപ്പെടെ ഉള്ളവർ പറയുകയുണ്ടായി. ഇപ്പം ആരിഫ് മുഹമ്മദ് ഖാന്റെ പേര്, സക്സേന, മനോജ് സിൻഹ, കർണാടക ഗവർണർ തവർചന്ദ് ഗെഹ്ലോട്ട്, എന്തിന് നമ്മുടെ ഡോക്ടർ ശശി തരൂര് വരെ പറയുകയുണ്ടായി. പക്ഷേ ഇതെല്ലാം മാറ്റി നിർത്തിയിട്ടാണ് CP രാധാകൃഷ്ണൻ വന്നിരിക്കുന്നത്. എപ്പോഴും BJP ഒരു സസ്പെൻസ് നിലനിർത്താറുണ്ട്. ഇപ്പൊ ദ്രൗപദി മുർമു തന്നെ രാഷ്ട്രപതിയായി വന്നപ്പോഴും ഇത് തന്നെ ആയിരുന്നു. അതെ, രാംനാഥ് കോവിന്ദ് വന്നപ്പോഴും അങ്ങനെ ഇത് തന്നെ. അന്ന് പിണറായി വിജയൻ കളിയാക്കി, ഈ പേര് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇനി മുരളീധരന്റെ ഭാഷയിൽ പറഞ്ഞ പത്രത്തിലെങ്കിലും പടം കണ്ടാൽ തിരിച്ചറിയുന്നവരാണോ എന്ന്. അതാണ് ഇങ്ങനെയുള്ളവരെ കണ്ടല്ല. അങ്ങനെ അരികുവൽക്കരിക്കപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ ഇതാ അതിലും മികച്ച ആൾക്കാരുണ്ട്. അവിടെയും അനർഘമായ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മുത്തുകൾ, രത്നങ്ങൾ, പവിഴങ്ങൾ ഒക്കെ അവിടെയും ഉണ്ട്. ഞങ്ങൾ അതെടുത്ത് കാണിക്കുന്നു എന്നാണ് BJP അതിലൂടെ നൽകിയ സന്ദേശം. ഈ നരേന്ദ്രമോദി പത്മ അവാർഡുകൾ പോലും നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ആർക്കാ വളരെ ജനകീയമായി. എന്നുവെച്ചാൽ ദന്തഗോപുരങ്ങളിൽ ഇരുന്ന ചിലർക്ക് മാത്രം ലഭ്യമായിരുന്ന ചേട്ടന്മാര്. അതെ, ഇപ്പം എന്താണ്, കുപ്പയിലുമുണ്ട് മാണിക്യം എന്നുള്ളതാണ് തെളിഞ്ഞിരിക്കുന്നത്. അതെ, നമ്മൾ കേരളത്തിൽ തന്നെ എത്രയോ പേര് ഈ പോലെയുള്ള, പിന്നെ വയനാട് ഭാഗത്തു നിന്ന് ഒരു കർഷകൻ പലയിനം വിത്തുകൾ സംരക്ഷിച്ചിരുന്നു. അങ്ങനെ നിരവധി പിന്നെ മൻ കി ബാത്തിൽ എത്രയോ പേരെ പരാമർശിച്ചിരിക്കുന്നു കേരളത്തിൽ നിന്നുള്ളത് തന്നെ. ഈ ഇടമലക്കുടി പഞ്ചായത്തിലെ ചില സവിശേഷതകൾ പോലും പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിൽ വന്നതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഇപ്പൊ തന്നെ നോക്കിക്കോ, BJP ചില സന്ദേശം നൽകുന്നുണ്ട്. ഈ ദക്ഷിണേന്ത്യയിൽ ചില കൈവെപ്പുകൾ നടത്തുന്നതിൻ്റെ. ഇപ്പോൾ സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭാംഗമാക്കി. അതെ, ഒരു വലിയ സന്ദേശമല്ലേ നൽകിയിരിക്കുന്നത്? CPMന്റെ അക്രമ രാഷ്ട്രീയത്തിനും കൊലപാതക രാഷ്ട്രീയത്തിനും കൊടുത്ത മുഖമടച്ചുള്ള പ്രഹരമാണത്. അത് സദാനന്ദൻ മാസ്റ്റർ ഈ രണ്ട് കാലുകളും നഷ്ടപ്പെട്ട പൊയ്ക്കാലിൽ ചെല്ലുമ്പോൾ അല്ലെ, അതെ, രാജ്യസഭയിലും പാർലമെന്റിൽ അദ്ദേഹത്തെ വരവേറ്റത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത് തിരിച്ചറിയുന്നു, ഇത് CPMന്റെ മുഖത്തേറ്റ വൻ അടിയാണെന്നുള്ളതാണ്. അപ്പൊ അവരുടെ ചിത്രം അതുപോലെ തന്നെ ഇവിടെ ഈ CP രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ MK സ്റ്റാലിന് കൊടുത്ത ഒരു നല്ല പണിയാണ് ഇത് എന്ന് പറയാൻ കഴിയുമോ നമുക്ക്? കാരണം MK സ്റ്റാലിൻ ഈ തമിഴ് വികാരം ആളിക്കത്തിക്കുന്ന ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ വക്താവായ MK സ്റ്റാലിൻ, അദ്ദേഹത്തിന്റെ പാർട്ടി DMKയിലുള്ള ജനപ്രതിനിധികളും CP രാധാകൃഷ്ണനെ പിന്തുണച്ച് വോട്ട് ചെയ്യുമോ ഇല്ലയോ? അതിലാണിപ്പോ വെട്ടിലായിരിക്കുന്നത്. ഒന്നും കഴിയാത്ത ഇന്ത്യ മുന്നണിയുടെ കൂടെ പോകുമോ അവർ? കാരണം ഇന്ത്യ മുന്നണിയിൽ ഉറച്ചു നിൽക്കുന്ന, ഇന്ത്യ മുന്നണിയെ ബലപ്പെടുത്തുന്ന
നഖശിഖാന്തം മോദി സർക്കാരിനെ എതിർക്കുന്ന എം കെ സ്റ്റാലിൻ എന്ത് ചെയ്യും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ? ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം അവര് തോൽവി ഉറപ്പാണെങ്കിലും പ്രഖ്യാപിക്കുമെന്നുള്ളതാണ്. പക്ഷേ NDA ഈ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കുമോ എന്നുള്ളതും അവരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ അത് JP നഡ്ഡ ഇന്ന് പറഞ്ഞല്ലോ, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഒരു സമവായം ഉണ്ടാക്കാനാണ് ശ്രമം. പക്ഷെ അങ്ങനെ പറയുമ്പോഴും സർ, ഈ എം കെ സ്റ്റാലിൻ ഇനി എന്ത് ചെയ്യും? ഇന്ത്യ മുന്നണി വിട്ട് NDAയിൽ ചേരുമോ എന്ന് പോലും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഈ തമിഴ്നാട്ടിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് മുമ്പ് കൊണ്ടുവന്നത് കെ അണ്ണാമലൈ. അവിടെ മുതൽ നമ്മൾ ഇങ്ങോട്ട് എടുത്താലേ അവിടെ ഒരു വലിയ ചലനം. അത് മാത്രമല്ല സാർ, ആ സെങ്കോൾ പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് മാറിയപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണ് ആചാരപൂർവം വലിയ ആദരവോടുകൂടി ആ സെങ്കോൽ കൊണ്ടുവന്ന് അവിടെ ഇന്ത്യൻ പാർലമെന്റിൽ സ്ഥാപിച്ചത്. അതെ, ഈ തമിഴ്നാടിന്റെ ഒരു രാഷ്ട്രീയം കളിയുണ്ടല്ലോ, അത് അവരുടെ മാത്രം എന്നുള്ള രീതിയിൽ ഒരു ദ്രാവിഡ പ്രാദേശികവാദവും ഭാഷാവാദവും ഒക്കെ ഉയർത്തി തമിഴ് സ്വത്വം ആ വികാരം ഇളക്കി വിട്ടാണ് ഈ ദ്രാവിഡ രാഷ്ട്രീയം വളർന്നു പന്തലിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നു കാമരാജ് അല്ലേ? കാമരാജ് കുറെ കൂടി ഒരു വിശാലമായ കാഴ്ചപ്പാടും ഒക്കെ ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിന് അവിടെ വേരോട്ടം ഉണ്ടായി തുടങ്ങിയപ്പോൾ മുതൽ ഈ ജാതീയമായ വേർതിരിവുകളും ഭാഷാപരമായിട്ടുള്ള വിവാദങ്ങളും ഒക്കെ ആളി കത്തിച്ച് രാമനെതിരെ രാവണൻ, രാമായണത്തിനെതിരെ കീമായണം ഒന്നൊക്കെ അങ്ങനെ ഒരു വലിയ എന്താ പറയണ്ടേ, സാംസ്കാരികമായ, ധാർമ്മികമായ, രാഷ്ട്രീയമായ ഒക്കെ മാറ്റിമറിക്കലുകൾക്ക് വിധേയമായ ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. ഈ പ്രശാന്ത്, ഈ AI കാലത്ത് എന്ത് ഭാഷാപരമായ വിവേചനം, ആർക്ക് ഏത് ഭാഷയിലൂടെയും വേണമെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനും ലോകത്ത് ആശയവിനിമയം നടത്താനുമുള്ള സൗകര്യങ്ങളായി കഴിഞ്ഞു. പിന്നെ ഇനി ഈ ഭാഷാപരമായ വിവേചനം എന്ന് പറയുന്നത് പിന്നെ കുറച്ച് നാളുകൂടെ ഈ തട്ടിപ്പ് നടക്കും. പിന്നെ അവർക്ക് ചില കാര്യങ്ങൾ ഒരു ക്രെഡിറ്റ് അവകാശപ്പെടാം. അവരെല്ലാവരും സുബ്രഹ്മണ്യ ഭാരതിയുടെ 2 വരി കവിതയെങ്കിലും പഠിച്ചിരിക്കുന്നവർ. അക്കാര്യത്തിൽ അവർ അഭിമാനിക്കുന്നുണ്ട്. മലയാളത്തിൽ എത്ര പേര് കുമാരനാശാന്റെ വള്ളത്തോളിന്റെ 2 വരി കവിത ചൊല്ലും? ചെയ്യത്തില്ല. പക്ഷെ തമിഴ്നാട്ടുകാർ സുബ്രഹ്മണ്യ ഭാരതി എന്ന് പറയുന്ന, ബംഗാളുകാർക്കും ഉണ്ട് രവീന്ദ്ര സംഗീതവും. അവർക്ക് സത്യജിത്ര എന്നൊക്കെ പറയുന്നത് അവരുടെ അഭിമാന സ്തംഭമായിട്ട് അവരെടുക്കുന്നവരാണ്. അതും മാറ്റി നിർത്തിയാം. രാഷ്ട്രീയത്തില് ഈ സ്റ്റാലിനെ പോലുള്ളവരൊക്കെ വന്ന് ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ ഭാഷാപരമായിട്ടുള്ളതും അതിനെ മുതലെടുക്കുന്ന, ചൂഷണം ചെയ്യുന്ന, അവർക്കൊരു പിന്നെ ഇതില്ലല്ലോ, ദേശീയത എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടില് ഇല്ല എന്നുള്ളതാണ്. അതിനാണ് ഇപ്പൊ ഇവിടെ പ്രാധാന്യം തിരിച്ചടി അവർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് തമിഴ്നാടിനെ ഞങ്ങൾ വിട്ടുകളയില്ല, തമിഴ്നാട് ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് എന്ന് കൃത്യമായ സന്ദേശം കൊടുത്തിരിക്കുകയാണ് BJP. ഇപ്പൊ ഈ അണ്ണാമലൈ അവിടെ BJP സംസ്ഥാന അധ്യക്ഷനായിട്ട് കൊണ്ടുവന്നു നേരത്തെ. ഇപ്പൊ ഇവിടെ രാജീവ് ചന്ദ്രശേഖരനെ, ഇതൊക്കെ കേന്ദ്ര നേതൃത്വം നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പുതിയ പുതിയ കാൽവെപ്പുകളാണ് നടത്തിയിരിക്കുന്നത് എന്നുകൂടി തിരിച്ചറിയാൻ വേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം പുതിയ ചില കാര്യങ്ങളാണ് ഇവരിൽ നിന്ന് കിട്ടുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഒരു വലിയ മാറ്റമാണ് ഇവിടെ ഈ CP രാധാകൃഷ്ണനിലൂടെയും. സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭാംഗമായ പലരും ഞെട്ടിത്തരിച്ചു പോയില്ലേ? അതുപോലുള്ള ഒരു ഞെട്ടിപ്പോയിരിക്കുകയാണ് പലരും ഈ CP ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.